നമ്മുടെ വണ്ടി ഇത് നമ്മുടെ മറ്റേ വിങ്സ് ഉണ്ടല്ലോ, ചിറക്. അപ്പോൾ നമ്മളങ്ങനെ ഫുഡും കയ്യിലെടുത്ത് നേരെ ഹോട്ടലിൽ പോവാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ നിന്നിട്ട് നാളെ മോർണിംഗ് ഇവിടുന്ന് തിരിക്കും. ദാറ്റ്സ് എ പ്ലാൻ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ഹോട്ടലിൽ നോക്ക്, ഹോട്ടലിൻ്റെ പേര് നോക്ക്, ഐ ലവ് റമി. റമി ഗസ്റ്റ് ലൈൻ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കൊള്ളാമല്ലേ നോക്ക്, സാധനം ഈ ഹോട്ടലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് നാളെ രാവിലെ നമ്മൾ അടുത്ത ലൊക്കേഷനിലോട്ട് പോകാനുള്ള പരിപാടിയിലാണ്. യെസ്, ലെറ്റ്സ് ഗോ ടു മുംബൈക്ക് പോവാം. അതിന് മുന്നേ സീറ്റ് ബെൽറ്റ്. യെസ്, ഡു വിസിറ്റ് അഗെയിൻ നമ്മുടെ റമി ഗസ്റ്റ് ലൈൻ ഹോട്ടൽ. പേര് കയറും, സ്വന്തം പേരിൽ ഒരു എസിന്റെ ഓർമ്മയുണ്ട്. റമീസ് എന്നെ വീട്ടിൽ റമീന്നാ വിളിക്കാറ്, അതുകൊണ്ട് പിന്നെ റിപ്പീറ്റ് ആക്കിയത്. അപ്പോൾ നമുക്കങ്ങനെ ഇവിടുന്ന് ലെഫ്റ്റാ റൈറ്റാ? ലെഫ്റ്റ് ആയിരിക്കും അല്ലേ? ഞാൻ ലൊക്കേഷൻ ഇട്ടെ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഹമ്പുകളുണ്ടോ? പരന്നിട്ടുള്ള ഹമ്പ, അതായത് നമുക്ക് എത്ര അടിയട്ടാത്ത എത്ര വണ്ടിയാണ്. ഇപ്പൊ ഇതാണെങ്കിലും ഇതിനൊരു സീനില്ല, അത് വലിയ ഹമ്പാണ്. പക്ഷെ നീളത്തിൽ വരുന്ന ഹമ്പാണ്. വണ്ടി സ്ലോ ആവും ചെയ്യും, എന്നാൽ അടി കെട്ടില്ല. അങ്ങനത്തെ ഒരു പരന്ന ഹമ്പ എനിക്കൊന്ന് ഏറ്റവും ബെറ്റർ. ഇങ്ങനത്തെ ഹമ്പ് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ. നമുക്ക് ഒരു അടി കെട്ടുന്ന ഇഷ്യൂ വരുന്നില്ല. നല്ല വലിയ ഹമ്പ, പരുത്തമ്പാട്ടോ. പക്ഷെ എന്നാലും സ്റ്റിൽ വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മളങ്ങനെ ബാംഗ്ലൂർ ഹൈവേ കയറി നമ്മളിപ്പോൾ ബാംഗ്ലൂർ സിറ്റി വിടണം. ഈ ഒരു ടൈമാണ് ഇപ്പോൾ നമ്മളിപ്പോൾ രാവിലെ 11 മണിക്കാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. നേരത്തെ ഇറങ്ങുന്ന കേസാണ് ആസ് യൂഷ്വൽ, എന്തായാലും ഇറങ്ങാൻ ചാൻസ് കുറവാണ് എണീറ്റിട്ട്. അപ്പോൾ ഇങ്ങനെ നമ്മളിപ്പോൾ പോവാണ്. യോ ഗായ്സ്, ഒടുക്കത്തെ വ്ളോഗ് കേട്ടോ. നമ്മൾ ഈ ഒരു ലേറ്റായിട്ട് ഇറങ്ങിയതുകൊണ്ട് തന്നെ അത് നല്ല രീതിക്ക് പണി വാട്ടിയിട്ട് കാണാം. ഒടുക്കത്തെ തിരക്ക്, എൻ്റെ അവൻ ഇവിടെ പണിയും ഇതൊക്കെ ഇറക്കുന്നുണ്ട് തന്നെ. ഒടുക്കത്തെ ട്രാഫിക്, ഒടുക്കത്തെ ബ്ലോക്ക്. നമ്മൾ അങ്ങനെ നോക്കിയും കണ്ട് ലെഫ്റ്റിന്നും റൈറ്റിന്നൊക്കെ ഇവിടുന്നൊക്കെ ആൾക്കാർ വരാൻ പറഞ്ഞിട്ടില്ല. ഓരോരുത്തർ കുത്തി കയറി അവിടെ ഇവിടുന്നൊക്കെ വരിക. നമ്മൾ ഇവിടെ എൻ്റെ പൊന്നെ. അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ അമ്മേ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് തെറിക്കണം, ബാംഗ്ലൂർ സിറ്റി ഒന്ന് വിടണം, എന്നാലൊന്ന് സമാധാനമാവുള്ളൂ സത്യം പറഞ്ഞാൽ. പിന്നെ നമ്മൾ ആ പോണ വഴിക്ക് തന്നെ മെയിനായിട്ട് ഇപ്പോൾ അത് കാണിച്ചേ, ആ ബുക്ക് മാർക്ക് കാണിച്ചേ. നമ്മൾ ആ പ്ലഗ് ഷെയർ ആപ്പിൽ നമ്മളിങ്ങനെ നമ്മളെ പോണ ലൊക്കേഷൻ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ പോണ വഴിക്ക് നമുക്ക് ഇതേപോലെ നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് പോണ വഴിക്കുള്ള എന്താ പറയുക ചാർജിങ് സ്റ്റേഷൻസ് എല്ലാം ഫുൾ ലിസ്റ്റ് കാണിച്ചു തരും. അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ ഈ BMW ആപ്പ് ഉണ്ട്, എടുത്തറ BMW നോർമൽ ആപ്പ് എടുത്തിട്ട് ഇവിടെ ഒരു ചാർജിങ്ങിൻ്റെ ഇതുണ്ട്. അത് എടുത്തു കഴിഞ്ഞാൽ സെർച്ച് ഫോർ ചാർജിങ് സ്റ്റോപ്പ് നിർത്തി കഴിഞ്ഞാൽ നമ്മൾ പോണ റൂട്ട് ലൊക്കേഷനിലുള്ള അടുത്തുള്ള ലൊക്കേഷനിലുള്ള ഫുൾ ചാർജിങ്ങിൻ്റെ ഫുൾ ലിസ്റ്റ് ഇതിൽ കിട്ടും. അപ്പോൾ ഇത് നല്ലൊരു ഗുണമുള്ള സംഭവമാണ്, അല്ലെങ്കിൽ നമുക്ക് പോണ വഴിക്ക് നമുക്ക് യൂസ്ഫുൾ ആവുന്ന സംഭവമായിരിക്കും. അപ്പോൾ അങ്ങനെ ആ ഒരു പ്ലാനിൽ നമ്മളങ്ങനെ ഇവിടുന്ന് തെറിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഓൺ ദ വേ ആണ്, പോവാണ്. നമ്മൾ ട്രാഫിക്ക് നിൽക്കുന്നതിനിടയിൽ കൂടെ ഒരാൾക്ക് പഞ്ഞിമുട്ടായി ഞാൻ നേരത്തെ കഴിഞ്ഞ ട്രാഫിക്കിൽ നിന്നപ്പോൾ കണ്ട്. അപ്പോൾ അത് വാങ്ങാൻ പറ്റില്ല. അപ്പോൾ അടുത്ത സിഗ്നൽ വന്നപ്പോൾ അടുത്ത ആൾക്കാർ അത് അപ്പോൾ ഇത് 20 രൂപ പറഞ്ഞ് 20 രൂപ ഉണ്ടാവില്ല 20 രൂപ പറഞ്ഞ് അപ്പോൾ 50 കൊടുത്തപ്പോൾ ഒരു 3 കൂടെ വെച്ചത്. കാരണം ഒന്നാമത് ട്രാഫിക്കിൽ നിൽക്കും. എനിക്ക് ഇഷ്ടമാണ് ഈ സാധനം, ഭയങ്കര ഇഷ്ടം. സംഭവം ഇത് കഴിക്കാൻ പാടില്ല, കളറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറയാം. എന്നാലും സ്റ്റിൽ ഈ അമ്പ് കാണിച്ചോടത്ത് ഇങ്ങനത്തെ അമ്പാണ്. ഇത് വലിയ കുഴപ്പമാണ്, പെരുത്ത വലിയ അമ്പാണ്. പക്ഷെ സ്റ്റിൽ നമുക്കത് ഗ്രൗണ്ട് ക്ലിയറൻസ് ഇഷ്യൂ വരുന്നില്ല, കാരണം പരന്നിട്ടുള്ളതായതുകൊണ്ട്. നീളത്തിൽ വലിയ അമ്പായുണ്ട്. പക്ഷെ ചില സംഭവം ഒരു ഉണ്ട പോലത്തെ സാധനമാണ്, അതാണ് പറ്റാത്തത്. ഇത് സിഗ്നലാണ്, പേടിയാണ് സത്യം പറയല്ല. ഈ ബാംഗ്ലൂരിൽ കൂടെ വണ്ടി ഓടിച്ച് കളിക്കാന്ന് പറഞ്ഞാൽ ഒരു ടാസ്ക് സാധനം. നമ്മുടെ മനുഷ്യന്റെ BP അറ്റാക്ക് എല്ലാം വരുന്ന അവസ്ഥയാണ്. കാരണം ഇത് എവിടുന്നൊക്കെയാണ് ഇവിടുന്നന്മാര് വരിക എന്ന് പറയാൻ പറ്റില്ല. മൊത്തം അവിടെ ചുവന്ന് തുടിച്ച് കിടക്കുന്നത്. അപ്പോൾ ഇനി നോക്കട്ടെ. ബ്ലാക്ക് ഡ്രസ്സാണ് ട്രാഫിക്. ഇന്ന് ഇങ്ങോട്ട് പറഞ്ഞ വഴിക്ക് കപ്പലണ്ടിയും പച്ചക്കപ്പലണ്ടിയൊക്കെ ആയിരുന്നു. ഇപ്പൊ പഞ്ഞുമിട്ടായി എന്തെല്ലാം കാണും ഈ നടുക്ക്. ഇതിന്റെ ഇടയിൽ നോക്കിയത് ആഹാരമായിട്ട് വഴിക്ക് നടക്കണം. നടുക്കൊരു ഗ്യാപ്പ് ഉണ്ട് കണ്ടോ, ഈ നടുക്കത്തൊരു ഗ്യാപ്പ് ഉണ്ട്. ഇത് നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയുള്ള ഒരു ഗ്യാപ്പ് ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്തത്. നമ്മൾ തൈ സപ്പോർട്ടിന്റെ ഗ്യാപ്പിന്റെ സാധനമാണ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഫോൺ വെക്കാം. ഈ ഒരു ഗ്യാപ്പിൽ ഇവിടെ ആണല്ലോ, ഇവിടെ ഫോണിൽ വെക്കാം. നമുക്ക് ഫുഡ് ചെറിയ ഈ കവറിലുള്ള ചെറിയ സ്നാക്സ് ഇതെല്ലാം ഉണ്ടെങ്കിൽ ഇവിടെ ഇവിടെ വെച്ചിട്ട് കഴിക്കാം. കഴിക്കുന്ന സാധനം പറ്റില്ല. ബസ്സിലെ ആൾക്കാരെ നോക്കുന്നത്, ബസ്സിലെ ആൾക്കാരെല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കാം എന്താ നോക്കാൻ വേണ്ടി. അത് കഴിഞ്ഞ് വേണ്ട ഇതാണ് എൻ്റെ
ഇങ്ങനെ വെച്ചാൽ മതി. ഫോൺ ഇങ്ങനെ ചാർജ് ചെയ്ത് ടിക്കറ്റ് എടുത്ത് വെച്ച് കൊടുക്കുക. സുഖം. കാലിങ്ങനെ ചാർജ് ആവും. ഇവിടെ വണ്ടി എടുത്ത് സൈഡിലേക്ക് തിരിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 360 നോക്കണം. ഫുൾ സൈഡ് നോക്കണം. ലെഫ്റ്റ് റൈറ്റ് ആണ്. ലെഫ്റ്റ് കൂടെ കുത്തി കയറ്റി കഴിഞ്ഞാൽ നമ്മൾ പിടിച്ചു നിന്നിട്ട് ഒരു കാര്യമില്ല. മാക്സിമം സൈഡ് കൊടുക്കാം. വണ്ടി പാവം, വണ്ടി ഓഫായിട്ട് ആരെങ്കിലും കുത്തി കയറുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് കുത്തി കയറാൻ നിൽക്കരുത്. കുത്തി കയറുന്ന കഴിഞ്ഞാൽ പതുക്കെ സ്ലോ ആക്കുക, അവർ സൈഡ് കൊടുക്കുക. കാരണം അവര് തട്ടിയാലും മുട്ടിയാലും എല്ലാം വന്ന് മുള്ളിന് വീണാലും കിലക്ക് വീണാലും എല്ലാം കേട് നമുക്കെൻ്റെ എന്ന് പറയുന്ന പോലെ അവർ കുത്തി കയറുന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം സൈഡാക്കാൻ കൊടുക്കുക. അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഈ തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞ് സിറ്റി വിടണം. സത്യം പറഞ്ഞാൽ നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നു, പക്ഷേ എണീറ്റപ്പോൾ ലേറ്റ് ആയി പോയി. അപ്പോൾ ഇനി ഉള്ളത് ഷോണം പോലെ അങ്ങനെ പോവാൻ. ടേസ്റ്റ് ഉണ്ടോ? എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ അത് കഴിക്കാൻ പാടില്ലെന്നൊക്കെ പറയാറുണ്ട്. അതിന്റെ കളർ കേൾക്കുന്നുണ്ട്. ഞാനതിന്റെ വയലിൽ ഇപ്പൊ വന്നതാണ്. ഞാൻ പിന്നെ കഴിക്കുന്ന ആൾക്കാര് വെറുപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഞാൻ പണ്ട് ചെറുപ്പം തൊട്ടേക്കുന്ന ഇതിന്റെ കളറും സംഭവം ശരിയാണ്. നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ ഇങ്ങനെ മണി അടിച്ചിട്ട് സംഭവം ശരിയാണ്. ഇത് കളറും തേങ്ങയൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരു തേങ്ങ അപ്പൊ നമുക്ക് ബാക്കി കാഴ്ചകൾ പറഞ്ഞു കഴിച്ചു തരാം. അപ്പുറത്തെ സൈഡ് ഫുള്ള് ബ്ലോക്ക്. നമ്മൾ ഈ സൈഡ് നല്ല തിരക്ക് കുറവുണ്ട്. അതെ അതെ പറഞ്ഞ നാം എടുത്തില്ല വന്നേക്കുന്നത് പൊത്തറുണ്ട്. കേല് വണ്ടി കണ്ടേ കൂയി. കേരളം വിട്ട് കഴിഞ്ഞാൽ പിന്നെ കേല് വണ്ടി കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം. KL 08 ആക്ച്വലി ഞാൻ ഇടയ്ക്ക് ഇവിടെ വന്നിട്ട് ബാംഗ്ലൂർ വന്ന ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം. ഇയാളൊരു ബ്രേക്ക് കൂട്ടി കഴിഞ്ഞാൽ ഒരു ആക്സിഡന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഉരുണ്ട് വീഴൂലേ? സത്യം. പിടിച്ചിരിക്കുന്നുണ്ട്. പാട്ടൊക്കെ ഇട്ട് സിനിമ കണ്ട ഇവരൊക്കെ പണിയെടുത്ത് അധ്വാനിക്കുന്നു. എല്ലാവരും അവരുടേതായ ജോലി തിരക്കുകൾ എല്ലാവരും ഓടുന്നു. എന്താണെന്ന് ഹൈവേ കയറാത്തേ? ഇവിടെ വന്ന് വണ്ടി എടുത്ത് പോയിട്ട് ഹൈവേ കണ്ടോന്ന് പറഞ്ഞത്. ശരിക്കും പോണത് ഹൈവേ കൂടെ ആണെന്ന് ഡൗട്ട് ഉണ്ട് ഇപ്പൊ. ഇങ്ങനൊന്നല്ല ഹൈവേ. ഇങ്ങനെ ഹൈവേ പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടികളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഷൂ പോകാൻ പറ്റുന്ന സാധനങ്ങളാണ് ഹൈവേ. അയ്യോ, ഇത് പോയിട്ടും ഈ സിറ്റി വിടുന്നില്ല എന്നുള്ള അവസ്ഥയാണ് ഇപ്പൊ. ആരല്ല വണ്ടിയെ ഏകദേശം നിങ്ങൾ ഹൈവേ എത്താറായെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇപ്പൊ ഒരു സമാനമില്ല ചെറുതായിട്ട് ഇങ്ങനത്തെ റോഡ് കാണുമ്പോ? ചെറുതായിട്ടുണ്ട്. നമുക്കിത്രയേറെ ഈക്കോയില വന്ന് ഇപ്പൊ ഒന്ന് കംഫർട്ട് ഇടാം. കാരണം ഇവിടെ പെട്ടെന്ന് കയറി പോകണം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നിൽ നമ്മൾ അമ്മ വന്നിട്ട് അമ്മമാരെ എവിടെന്നെങ്കിലൊക്കെ കുത്തി കയറി വരും. അതിനിപ്പോൾ നല്ലത് നമ്മൾ കുത്തി കയറുക. ഇത്രയും ലോങ് പോകുന്ന സമയത്ത് നമുക്ക് ഞാൻ പറഞ്ഞത് സിമ്പിളി നമ്മളിപ്പോൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തി അവിടെ കയറ്റി. അപ്പോൾ അതേപോലെ പോകണമെങ്കിൽ നമുക്ക് എന്തായാലും വിശക്കും ഫുഡ് കഴിക്കണ്ടാവും. ആ ടൈമിൽ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സ്ഥലത്ത് ചാർജിങ് സ്റ്റേഷനിലെടുത്ത് സെലക്ട് ചെയ്യുക, ചാർജ് ചെയ്യുക, വരുന്ന വഴിക്ക് ചാർജ് ചെയ്യുക. ലോ ആണെന്നൊന്നുമില്ല, 30 തന്നെ താഴെ കാണുന്നില്ല. എപ്പോഴാണോ നമുക്ക് നിർത്തണം തോന്നുന്നെങ്കിൽ ഫുഡ് കഴിക്കണം തോന്നുന്നെങ്കിൽ ആ ടൈമിൽ നിർത്തുക, കഴിക്കുക, പോരുക. അത്രയാണ് ആ ഒരു കൺസെപ്റ്റാണ്. അല്ലാണ്ട് നമ്മൾ ലോ ആക്കി ചാർജ് ചെയ്യണം എന്നുള്ളൊരു ഇതിലല്ല പോകുന്നത്. എപ്പോഴാണ് നമുക്ക് ഇതാക്കാൻ അല്ലെങ്കിൽ കുറച്ച് റെസ്റ്റ് എടുക്കാൻ തോന്നുന്ന സമയത്ത്, ഫീൽ ചെയ്യുന്ന സമയത്ത്, ടയർഡായി തോന്നുന്ന സമയത്ത് നമുക്ക് അടുത്തുള്ള ചാർജ് സ്റ്റേഷൻ തോന്നുന്നത് അവിടെ വണ്ടി നിർത്തുക. അവിടെ കുറച്ച് നേരം നല്ല ഫുഡ് ഫെസിലിറ്റീസും അമ്യൂണിറ്റീസും നമുക്ക് ബാത്റൂമും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. കുറേ പേര് ചോദിച്ചിരുന്നു എത്ര എമൗണ്ട് ആവുന്നത്. കുറേ പേര് ചോദിച്ചിരുന്നു കേട്ടോ. അത് എത്ര രൂപയാണ് ടോട്ടല് ഒരു ഫുൾ ചാർജ് അടിക്കാൻ? ഏകദേശം ഒരു 1500 1600 ആ റേഞ്ചൊക്കെയാണ് മാക്സിമം വരുന്നത്. ഓരോ വണ്ടിയുടെ കപ്പാസിറ്റി ശരിക്കും. ഇത് വെച്ചിട്ട് ഇപ്പോൾ അടിച്ചു കഴിഞ്ഞാൽ ഒരു 500-550 കിലോമീറ്റർ ഇത് ഈ ഒരു 1600 ആ റേഞ്ചിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓടാൻ വേണ്ടി പറ്റും. അപ്പോൾ ആരെയും നമുക്ക് ഈ സെയിം സ്ഥലത്ത് ഈ ഇങ്ങനത്തെ പെർഫോമൻസ് വണ്ടി അല്ലെങ്കിൽ ഇത്രയും പവറിൽ പോകുന്നാൽ ഇത്രയും സ്പീഡ് പോകുന്നെങ്കിൽ ഈ ഒരു ഇങ്ങനത്തെ ഒരു വണ്ടിയിൽ സത്യം ഒരു മിനിമം ഒരു 6000 രൂപക്കെങ്കിലും അടിച്ചാലാണ് ഫുൾ ഡീസൽ പെട്രോൾ ആവുന്നുണ്ടാവും. ഒരു 6000 രൂപക്കെങ്കിലും പെട്രോൾ അടിക്കേണ്ടി വരും. ആ സ്ഥലത്ത് ഇവിടെ 1600 ഫുൾ ചാർജ് ആവുന്നെങ്കിൽ നമുക്ക് ഒരു 500-550 കിലോമീറ്റർ ഓടാൻ വേണ്ടി പറ്റും ചെയ്യും. അതും നമ്മൾ ലോങ് പോകുമ്പോൾ മാത്രമാണ് ഈ ആ എമൗണ്ട് പോലും ആവുന്നുള്ളൂ. നമ്മുടെ കേരളത്തിൽ ഓടാനാണ് അതും ഇരുന്നില്ല. ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് എനിക്ക്. സോളാർ ഉണ്ടായതുകൊണ്ട് ആകെ ലോങ് ട്രിപ്പ് പോകുമ്പോഴാണ് ഒന്ന് പ്ലാൻ ചെയ്യണം. ഇപ്പൊ ഈവൻ ഇതിൽ പോലും പ്രോപ്പർ പ്ലാനിങ് പോലും സത്യം പറഞ്ഞല്ല കേട്ടോ. ഒന്ന് പ്ലാൻ ചെയ്യണം പറഞ്ഞിട്ട് പോലെ. കാരണം നമ്മൾ ആകെ നോക്കിയെന്ന് വെച്ചാൽ നമ്മൾ അതിൽ റൂട്ട് ഇടും, പോണ വഴിക്ക് ചാർജിങ് സ്റ്റേഷൻസ് നോക്കും, ഒന്ന് ബുക്ക് മാർക്ക് ചെയ്തിടും. കാരണം എപ്പോഴാണ് ചാർജ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് അത്രയും ചെയ്തിട്ടുള്ളൂ സത്യം പറഞ്ഞു. ബാക്കിയെല്ലാം ഉള്ള വരുന്ന വെച്ച് പോട്ടെ എന്നുള്ളതിലാണ് അങ്ങനെ പോവാണ്. ഓക്കെ, എന്താ കാട്ടുന്നു? ഡാൻസ് കളിച്ച് പോകുന്നു. തലേ കാട്ടിട്ട്
എനിക്കൊന്നും പേടിയില്ല. കാലൊക്കെ ഫോൺ എന്താ കുത്തിയിട്ടുണ്ടോ നല്ല പാട്ടൊക്കെ കേട്ടിട്ട് പോവാ. വൈ പിടിച്ചു സെറ്റല്ലേ? അല്ല ഞാനും ഇങ്ങനെ തന്നെ പോണം. മറ്റേ ബൈക്ക് എടുത്തിട്ട് ഇടയ്ക്കൊക്കെ പുറത്തോട്ട് പോകുമ്പോ എയർപോർട്ട് വെക്കുക, പാട്ടും കേട്ടൊക്കെ പോവാം. റിസ്ക് ആണ്, പക്ഷെ കൊറേ ബ്ലോക്കിലൊക്കെ നിൽക്കുമ്പോ ഒരു എൻജോയ്മെന്റ്. അല്ലെങ്കിൽ നമ്മള് ഭ്രാന്തായി. ഞാൻ എയർപോർട്ട് വെച്ചിട്ട് എപ്പോഴും പോകണം. ഇയാള് നോക്കുന്നുണ്ടല്ലോ അവനെ. ഇത് കണ്ടോണ്ട് ചെയ്യണതാണോ എന്ന് എനിക്കൊരു സംശയം. ഡാൻസ് ഒക്കെ കളിച്ചു പോട്. പക്ഷെ ഇതൊക്കെ ഒരു വൈബ് കേട്ടെ, നല്ല വൈബ്. ഹൈവേ ഹൈവേ ഇയർഫോൺ വെച്ചിട്ടുണ്ട്. നിങ്ങക്ക് ഹൈവേ വേണോന്ന് പറഞ്ഞ് ഹൈവേ കേറി. ഹൈവേ ആണിത്. എന്താ സമാധാനായില്ലേ? സ്പോർട്സ് മോഡ് കിട്ടും. സ്പോർട്സ് ഇൻഡിവിജ്വൽ ആണ്, അതായത് കംഫർട്ട് മോഡിന്റെ പവറും സ്പോർട്സ് മോഡിന്റെ സ്റ്റിയറിംഗ് എല്ലാം കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. സ്പോർട്സ് മോഡ് ഇതെല്ലാം കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും അല്ലേ? അതാണ് ഇതിന്റെ പ്രത്യേകത. എല്ലാത്തിലുള്ള എല്ലാ വണ്ടിക്കുള്ള എല്ലാ വണ്ടിക്കും ഞാൻ ഈ വണ്ടിയുടെ കാര്യമല്ലോ പറഞ്ഞു. പിന്നെ കേസ് നമ്മളിപ്പോൾ ടോള് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ സൈഡാക്കിയിട്ട് നമ്മളിപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇത് വേറെ ആണ് ഒരു പരിപാടിയുടെ റീസെൻ്റ് നമ്മൾ പോയിട്ടുള്ള ഒരു ROGയുടെ ഒരു സ്റ്റോറിൻ്റെ ഒരു ഇവൻറ്റിൻ്റെ ഒരു പരിപാടിക്ക് വേണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി കൊടുക്കാണ്ട് ഞാനിപ്പോൾ ഇത് മാക്കിൽ ക്യാപ് കട്ട് മാക്കിൽ ഇൻസ്റ്റാൾ ചെയ്ത്. എനിക്ക് FCP അത്ര കംഫർട്ടല്ല, എനിക്ക് ഒന്നുകൂടി ബെറ്റർ ഇത് തോന്നി. അപ്പോൾ എനിക്കൊന്ന് അങ്ങനെ മാക്കിൽ ക്യാപ് കട്ടിൽ ഞാനിപ്പോൾ ഇതൊന്ന് കയറ്റി അതിൻ്റെ വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം ചെയ്ത് നമ്മളിപ്പോൾ അത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ ഇവിടെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2% ആയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ GoPro കാര്യങ്ങൾ നമ്മളെ ഇതിലെ വണ്ടിയിൽ നമ്മളെ POV ഡ്രൈവിൻ്റെ ഒരു വീഡിയോ എന്തായാലും എടുക്കണമെന്നുണ്ട്. അപ്പോൾ കാരണം നല്ലൊരു ഹൈവേ ആണെങ്കിൽ നമുക്ക് നല്ലൊരു അടിപൊളി ഒരു POV ഡ്രൈവ്, ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഇതിൻ്റെ POV ഡ്രൈവ് വീഡിയോ. അപ്പോൾ അങ്ങനെ ഒരു POV ഡ്രൈവ് എടുക്കാൻ വേണ്ടി ഇപ്പോൾ അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അതിൻ്റെ ഒരു വീഡിയോ എന്തായാലും വരുന്നുണ്ടാകും. ഓക്കെ, വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇവിടുന്ന് നമ്മളൊരു ടോൾ കയറി. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു ടോൾ കയറി നമ്മളിപ്പോൾ ഓൾ സെറ്റ് ടു ഗോ. ഓൺ ദ വേ നമ്മൾ എഡിറ്റിംഗ്, ഓൺ ദ വേ നമ്മുടെ ട്രാവലിംഗ്, ഓൺ ദ വേ നമ്മുടെ മാക്ക് ഭയങ്കര യൂസ്ഫുൾ ആട്ടോ ഈ സംഭവം. നല്ല ചാർജ് നിൽക്കുന്നുണ്ട്, എല്ലാം കൊണ്ടും ബെറ്ററാണ്. അപ്പോൾ ഈ പോണ വഴിക്ക് നമുക്ക് അത് എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം സെറ്റാക്കണം. ഓക്കെ, മഞ്ഞ കളർ ചിഞ്ചുവിന് പറ്റിയ കളർ. എൻ്റെ അമ്മേ, എൻ്റെ ഫേവറേറ്റ് കളറാണ് മഞ്ഞ. നമ്മള് സർവീസ് റോഡൊന്ന് കയറിയപ്പോൾ റോഡൊന്ന് ഇച്ചിരി അവസ്ഥയാണ്. എന്തൊക്കെയോ കുലുങ്ങുന്നു. എൻ്റെ മൊബൈലാ. ഇങ്ങോട്ട് അടിച്ചോട്ടെ. അവിടെ ഒരു പൊക്കൽ ഇങ്ങനെ സ്ലൈഡ് അവര് ഫുള്ള് ചെടികളാമോ. ഫൈനലി നമ്മൾ ചായ കുടിക്കാനായിട്ട് നിർത്തിയിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ഇട്ടിട്ട് ഇപ്പോഴാണ് വണ്ടി നിർത്തുന്നത്. അതെ, എത്ര കിലോമീറ്റർ ഓടി ഓർമ്മല്ല. അതൊരു 200 കിലോമീറ്റർ എന്തായാലും ഓടും. 200-നകത്ത് എന്തായാലും ഓടിക്കാം. 300 അല്ല 200-നകത്ത്. ചായക്കട നമ്മൾ വണ്ടി വരും ബാങ്കിൽ തന്നെ. ബാക്കിൽ വണ്ടി ചായ ഹോസ്റ്റലിൽ പമ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇനിയിപ്പോൾ ഒരു എസ്റ്റിമേറ്റ് ഒരു 130 കിലോമീറ്റേഴ്സ് ഓടാനുള്ള ബാറ്ററി അതിലുണ്ട്. അങ്ങനെ വണ്ടിയുടെ അടുത്തേക്ക് പോവാം നേരെ. ഫുൾ ചളി എന്ന് പറഞ്ഞാൽ ചളിയുടെ അങ്ങ് അറ്റമാണ്. നമ്മുടെ ലഗേജ് ഇവിടെ വണ്ടി നമുക്ക് ഡിക്കി വന്ന് ചാരി അപ്പം പാരുന്ന ചളി. ഇപ്പം എന്താ എടുത്ത് എന്തോ എടുക്കാണെങ്കിൽ നമ്മള് പോത്ത സ്പീഡില് പാവ അതിന്റെ ഇടയില് നിങ്ങളതിനെ കൊന്നു. അപ്പോൾ നമ്മൾ ചായയും കുടിച്ച് നമ്മളിപ്പോൾ ഇവിടുന്ന് അടുത്ത സ്റ്റാറിന് ശേഷം നമ്മൾ കിലോമീറ്റർ അങ്ങോട്ടേക്ക് പോവാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഈ ഹൈവേ ഭാഗം അല്ലെങ്കിൽ റോഡും കാര്യങ്ങളൊക്കെ കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മുത്ത് സാധനത്തിൽ നമ്മുടെ വണ്ടിയിൽ നമ്മൾ പോകുന്ന വഴിക്കാണെങ്കിൽ ഒരുപാട് എല്ലാവരും ഇങ്ങനെ നോക്കുന്നത് ഏതോ ഈ ഇലക്ട്രിക് വണ്ടി ഇത്രയും പവർ അല്ലേ, ഇലക്ട്രിക് വണ്ടിയാണോ മാതിരി പോകുന്ന ഇതിൽ ആൾക്കാരൊക്കെ തോന്നാണോ. ഈവൻ നമ്മളിവിടെ ചാടിയൊക്കെ നിർത്തിയപ്പോഴും അവിടെ വന്നിട്ട് അവിടെ കുറച്ച് പേര് ഉണ്ടായിരുന്നു നേരത്തെ. അവരൊക്കെ അങ്ങനെ നോക്കി നമുക്ക് പോകണം. എന്നിട്ട് വണ്ടിയിൽ തോന്നുമ്പോൾ ഇങ്ങനെ വണ്ടിക്ക് നോക്കി പോകുന്നുണ്ട്. ഇത് ഏതാ വണ്ടി, കാരണം ഈ വണ്ടി അധികം ആരും കണ്ടിട്ടില്ലല്ലോ.
അങ്ങനെ അപ്പോൾ നമ്മളങ്ങനെ ഇവിടുന്ന് നമ്മുടെ അടുത്ത ലൊക്കേഷനിലോട്ട് നമ്മൾ ചാർജിങ് സ്റ്റേഷനിൽ പോകണം. അപ്പോൾ അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ ഇപ്പോൾ സ്പീഡ് ലോക്ക് ചെയ്തിട്ടാണ്, 100 ലോക്ക് ചെയ്തിട്ടാണ്, ക്രൂയിസ് കൺട്രോൾ സ്പീഡ് ലോക്ക് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ സുഖസുന്ദരമായി നമ്മളങ്ങനെ ക്രൂയിസ് ചെയ്ത് പോവാണ്. നമുക്ക് കുറച്ച് നേരം നമ്മൾ സ്പീഡിൽ പോയി. ഇനി ഫുൾ ടൈം നമ്മൾ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. പിന്നെ ചാർജും കുറവാണ്, പിന്നെ റിസ്ക് എടുക്കേണ്ടത് വെച്ചിട്ട് നമ്മളങ്ങനെ പോകുന്നത് മാത്രം. കാരണം നമുക്ക് അറിയാത്തൊരു ഏരിയയാണ്, അറിയാത്തൊരു പ്ലേസാണ്. അപ്പോൾ നമ്മൾ നോക്കി കണ്ടൊക്കെ പോകണം. അപ്പോൾ അതേപോലെ തന്നെ ഫുൾ നമ്മൾ സ്പീഡിൽ കത്തിച്ച് പോകുന്നതും നമുക്കും നല്ലതല്ല. അപ്പോൾ ഞാനത് നേരത്തെ വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ടാണ് അത്രയും സ്പീഡിൽ ഞാനത് കാണിച്ചു തന്നെ. അപ്പോൾ ഇത് നല്ല കൊള്ളാട്ടോ. നമ്മൾ കാല് എടുത്ത് നമ്മൾ വെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചവിട്ടാനുള്ള രീതിയിൽ ജസ്റ്റ് വെക്കുക. കാരണം നമുക്ക് പറയാൻ പറ്റില്ല എവിടുന്ന് എന്താ പട്ടിയാണോ പൂച്ചയാണോ പോത്താണോ പശുവാണോ വല്ല ആൾക്കാർ മറ്റേ സൈഡിൽ നിന്നാണോ ചാടുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതൊന്ന് കെയർഫുൾ ആവുക. നമ്മളിപ്പോൾ ഈക്കോ ഇതിലിട്ടിട്ട് അപ്പോൾ അതൊന്ന് കെയർഫുൾ ആവുക. അങ്ങനെ നമ്മളിപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ഈ ഏരിയ ആണെങ്കിലും ഇപ്പോൾ പോണ വഴിക്ക് ഇടക്കിടക്ക് ഇവിടെ ഫുഡ് കഴിക്കാൻ ചായ അടിക്കാൻ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് അറിയാത്ത ഏരിയയാണ്. ഈ അതേ ഇയാൾ നോക്കി പോകുന്നുണ്ട്. റൈറ്റ് സൈഡ് നോക്ക്, മലകളും നേരെ ഇതാക്കുന്നു. സ്ലോ ആയി കഴിഞ്ഞാൽ നേരെ ഈ റെസ്യൂം ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ നേരെ അത് 100 എന്നുള്ളതിലേക്ക് കാണിക്കും. 100ലേക്ക് അത് ഓട്ടോമാറ്റിക്. ഞാൻ ഒന്നും ആക്ഷൻ കൊടുക്കുന്നില്ല, നേരെ അത് വരും. നേരെ വന്നിട്ട് അത് 100 കഴിഞ്ഞാൽ 100 ലോക്കാവും. ഓക്കെ, ഞാനിപ്പോൾ ഇതാക്കി കഴിഞ്ഞാൽ അത് 100 കഴിഞ്ഞാൽ 100 അവിടെ ലോക്കാകും. പക്ഷേ ഇവിടെ ചേട്ടൻ ഒരു കയറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്രേക്ക് കിട്ടി കഴിഞ്ഞാൽ അത് ഡീആക്ടിവേറ്റ് ആവും. പക്ഷേ ഇതിൽ എനിക്ക് പിന്നെ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ ഉണ്ട്. അത് ചില വണ്ടികളുണ്ടാവുണ്ട് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ പറഞ്ഞ സംഭവം. അതുണ്ടായിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നു തോന്നിയിട്ടുണ്ട്. കാരണം അത് നൈസാണ്. അതാകുമ്പോൾ ഫ്രണ്ടത്തെ വണ്ടിയുടെ സ്പീഡ് സ്ലോ ആകുന്നതനുസരിച്ചിട്ട് ഇതും ഒന്ന് സ്ലോ ആവും. അത് ഉണ്ടെങ്കിൽ ബെറ്റർ ആണ് തോന്നിയിരുന്നു. പക്ഷേ എൻ്റെ പൊന്നെ, എനിക്ക് ഈ ഒരു ഹൈവേ പോകുന്ന പോക്ക് അല്ലെങ്കിൽ ആ ഹൈവേ കൂടെ പോകുമ്പോൾ കിട്ടുന്നൊരു ഫീൽ, നമ്മൾ ആ ഒരു കാല് കൊടുത്തൊരു ഒരു പവർ എൻജോയ് ചെയ്ത് പോകും. ഒയ്യോ, കിടിലം പറഞ്ഞ കിടിലം, ഒന്നും പറയാല്ല. നല്ല രസമുണ്ട് കേട്ടോ. നല്ല വൈബ് അടിച്ച് ഇങ്ങനെ പോകുന്നു. അപ്പോൾ നമ്മളിങ്ങനെ 100 നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല, ഫുഡ് കഴിക്കാൻ വേണം. അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റ് അവിടുന്ന് ചായ കുടിച്ചു. ഇവിടുത്തെ ചായക്ക് വേണ്ട അവസ്ഥയായിരിക്കും. പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് മാത്രം. അങ്ങനെ വണ്ടിയുടെ ബാക്കൊക്കെ കാണണം. പിന്നെ നേരത്തെ ഒരു കണ്ടിരുന്നില്ല, മറ്റേ ഇവിടെ ഹൈവേയിൽ മറ്റേ അള്ളിട്ടായിരുന്നു, മറ്റേ ടയർ പഞ്ചറാവാനുള്ള മറ്റേ സാധനം. അതിന് തൊട്ട് ബാക്കിലായിട്ട് ഒരു ഇതുണ്ടായിരുന്നു, എന്താ പറയാ, മറ്റേ ടയർ ഷോപ്പ് പഞ്ചറൊക്കെ ഒട്ടിക്കുന്നതായിരുന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോ അതെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു സൈഡിലായിട്ട് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു അള്ളു ഇങ്ങനെ വെച്ചേക്കുന്നത് ഞാൻ കണ്ടു. ഇങ്ങനെ കുത്തി വെച്ചേക്കുന്ന ഒരു അണികള് പോലെ പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റും. അത് ശ്രദ്ധിക്കണം. ആ സാധനം ഇവിടുന്ന് ഇനിയിപ്പോ ഇവിടുന്ന് ഹൈദരാബാദിൽ നിന്ന് മുംബൈ പോകുമ്പോ അത് ടാസ്ക് ആയിരിക്കും. നമുക്ക് അറിയാൻ പറ്റില്ല എങ്ങനെ എന്താ ഉണ്ടാവും. നമ്മൾ എത്ര പ്ലാൻ ചെയ്താലും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ ആവണമെന്നില്ല. നമുക്ക് അറിയില്ല എന്തൊക്കെ ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ ഒക്കെ ശ്രദ്ധിക്കണം, സൂക്ഷിച്ചും കണ്ടൊക്കെ പോവുക. നമ്മളും അതെ, നമ്മളെ സൂക്ഷിക്കുക. നമ്മൾ എപ്പോഴാണ് തിരിച്ച് വീട്ടിലെത്താന്ന് ഒരു പിടിയില്ല. എന്നിട്ട് പോകുന്നുണ്ട്, പോട്ടെ. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ പോവുകയാണ്. പോയി അതിൻ്റെ പ്ലാൻ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇപ്പോഴത്തെ പ്ലാന് ഞാൻ പറഞ്ഞുതരാം. എന്താണ് ഇപ്പോൾ പോകുന്നത് വെച്ചാൽ, നമ്മളിപ്പോൾ ഇവിടുന്ന് നമ്മൾ പട്ടാമ്പിന്ന് നമ്മൾ നേരെ ബാംഗ്ലൂർ വന്നു. ബാംഗ്ലൂരിൽ നിന്ന് നേരെ ഇപ്പോൾ ഹൈദരാബാദ് വന്നു. ഹൈദരാബാദ് പോകുന്നു. ഹൈദരാബാദ് നേരെ നമ്മൾ മുംബൈ പോകുന്നു. മുംബൈയിൽ നിന്ന് റിട്ടേൺ തിരിച്ച് നമ്മൾ ഗോവ വഴി വരുന്നു. ഗോവയിൽ കയറുന്നു. ഗോവയിൽ നിന്ന് തിരിച്ച് ബാക്ക് ടു പട്ടാമ്പി. ദാറ്റ്സ് ദ പ്ലാൻ ഫോർ. ഏകദേശം ഒരു 3000 കിലോമീറ്റർ ഉണ്ട് അപ്പ് ആൻഡ് ഡൗൺ നോക്കുകയാണെങ്കിൽ. അതാണ് പ്ലാൻ ഉള്ളത് ഗൈസ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോയപ്പോൾ ദേ കിടക്കുന്നത്, ദേ നോക്ക്, KL11 കത്തിച്ച് പോകുന്നുണ്ട്. KL11 AK24 ടോൾ തുറന്നു തരും. തുറക്കേ ചേട്ടാ. ഈ സാധനം ഉണ്ടല്ലോ എപ്പോഴുള്ളത്, തുറക്കാൻ കുറച്ചൊന്ന് ഡിലേ കഴിഞ്ഞാൽ മനുഷ്യന്റെ നെഞ്ചൊന്ന് കാണും. സംഭവം ബാലൻസ് ഒക്കെ ഉണ്ട്, എന്നാലും നിങ്ങൾ തുറക്കാതെ വരുമ്പോ ഒരു കാളാ. ഞാൻ ഇങ്ങനെ ആലോചിച്ചു, എല്ലാ പെട്രോൾ പമ്പിലും നമുക്ക് ഒരു സംഭവം ഒരു 2 ചാർജിങ് സ്റ്റേഷൻ അവിടെ എല്ലാ പമ്പിലും ഒന്ന് വെച്ച്, ഗവൺമെന്റിന്റേതായിട്ട് തന്നെ എല്ലാ ചാർജിങ് സ്റ്റേഷനിലും ഒരു സ്പേസ് ഉള്ള ചാർജിങ് സ്റ്റേഷനിലും ഇതേപോലെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളങ്ങനെ സംഭവം അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഒക്കെ തുറന്ന് 2 കണ്ണുള്ളല്ലേ. ഓക്കെ,
ഓറഞ്ച് കളറോട്ട് ആയിട്ടുണ്ട്. ഇതൊരു പമ്പാട്ടോ, ഈ പമ്പിൻ്റെ ഏരിയയിലാണ് അവിടെ വരുന്നത്. ഇതൊരു 30 കിലോവാട്ടിന് ഫാസ്റ്റ് ചാർജ് പറഞ്ഞാൽ 30 കിലോവാട്ടിനാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്കൊരു സേഫർ സൈഡ് നമുക്ക് ഇത് വെച്ച് പോകും. അടുത്ത ഒരു 60 കിലോവാട്ടിൻ്റെ കുറച്ച് അപ്പുറത്തുണ്ട്, ഈ 4 കിലോമീറ്റർ അപ്പുറത്തുണ്ട്. എന്നാലും ഒരു സേഫർ സൈഡ് നോക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഇവിടുന്ന് ഒരു 50% ആക്കിയിട്ട് അത്ര ആക്കിയിട്ട് നമുക്ക് അവിടെ ഒരു റെസ്റ്റോറൻറ്റ് കാണുന്നുണ്ട്. ഇതേ അവിടെ ഒരു റെസ്റ്റോറൻറ്റ് കാണുന്നുണ്ട്. അപ്പോൾ അവിടെ പോയി എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെറിയ എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് കഴിക്കാൻ എന്തെങ്കിലും ചെയ്യാം. ഇവിടെ വാഷ്റൂം ഉണ്ട്. അപ്പോൾ അത് ചെയ്തിട്ട് ഒന്ന് എത്രയും കിലോമീറ്റർ ഓടിയില്ല നമ്മളിപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കുക. അതേപോലെ തന്നെ കുറച്ച് എഡിറ്റിംഗ് വർക്കും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ചെയ്യാം. അങ്ങനത്തെ ഒരു പ്ലാനിലാണ്. അപ്പോൾ നമ്മളെന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 60 കിലോവാട്ടിനുണ്ട് ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. അപ്പോൾ അവിടെ പോവാം. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ടോപ്പ് അപ്പ് ചെയ്യാന്നുള്ള രീതിയിൽ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി കിടക്കുന്നത്. വണ്ടിയിലോട്ട് വരികയാണെങ്കിൽ ഈ ബാക്ക് ഉണ്ടല്ലോ, ഇവിടെയാണ് നല്ല ചളിയായിട്ട് നമ്മൾ ഇരിക്കുന്ന സാധനം എടുക്കുമ്പോൾ അവസ്ഥയാണ്. പിന്നെ ഇതിൻ്റെ ഈ ക്യാമറയാണ് ചളിയാവുന്നതാണ് സീന്. പിന്നെ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ടയറൊക്കെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടാണ്. ഇത്രയും സ്പീഡിൽ വന്നുകൊണ്ടേ നമുക്ക് ചെറിയ കല്ല് പോലത്തെ എന്തോ ഒക്കെ വന്നിരുന്നു തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട് ഫ്രണ്ട് എന്നുള്ള വ്യൂ. ഇതൊക്കെ കുത്തു തോന്നുന്നു. എന്തായാലും വണ്ടി കഴുകണം കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇവിടെയൊക്കെ നല്ല വെയിലാട്ടോ. നാട്ടിൽ നല്ല മഴ, ഇവിടെ ഒടുക്കത്തെ വെയിലും കാര്യങ്ങളൊക്കെ. നമ്മളിവിടെ വണ്ടി അവിടെ ചാർജ് ചെയ്യാൻ വണ്ടി അവിടെ വെച്ചിട്ട് ഇത് പണ്ട് iPhone 15 Pro Maxൻ്റെ 5x സൂം ആട്ടോ ഈ സാധനം കാണുന്നത്. ഇവിടുന്ന് അപ്പോൾ 0.5 ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലേ, കൊള്ളാം സാധനം കൊള്ളാം. അവിടെ ഒരു ഫുഡിങ്ങിൻ്റെ ഇത് കാണുന്നുണ്ട്. അപ്പോൾ അതൊരു നൈസായിട്ട് എന്തെങ്കിലും കഴിക്കാൻ നേരം കൊടുത്താവും. ഇവിടുത്തെ വേറൊരു എന്തൊരു പൊക്കുന്ന വണ്ടിയല്ലേ, ലിഫ്റ്റ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു വണ്ടി കിടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒക്കെ ഫോൺ ഞാൻ പിടിച്ച് പോകുമ്പോൾ മുറുക്കെ പിടിച്ചോണം. ആരെങ്കിലും ഒറ്റ പിടിക്കണം, ഒറ്റ പോക്കാം, അവന് കിട്ടില്ല 2 ലക്ഷം രൂപ അടുത്ത് പോകും. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ നടന്ന് ഹൈദരാബാദ് പോകുന്ന റൂട്ടിലുള്ള വഴികളിലൂടെ നമ്മൾ കഴിക്കാൻ പോണ നോർത്ത് ഇന്ത്യൻ ഫുഡ് ഞാൻ മിക്കവാറും കഴിക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് പോയേക്കാൻ പറഞ്ഞാൽ എന്താ എനിക്ക്. പക്ഷെ ഇവിടുത്തെ ഫുഡിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫുൾ കളറാണ്, കയ്യിൽ മൈലാഞ്ചി ഇട്ട പോലെയാണ്. യോ ഗൈസ്, അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്ത് പൊറോട്ട, ചിക്കൻ പെപ്പർ ചിക്കൻ. ഇവിടെ ലൈറ്റ് ഇല്ല കേട്ടോ, ഇവിടെ ലൈറ്റ് ഇവിടെ ഇതില്ല, ഇവിടെ ലൈറ്റ് ഇല്ലാത്ത ഏരിയയിലാണ് ഇപ്പോൾ എൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇവിടെ ഇത് കൊള്ളാം, ഈ ചിക്കൻ കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെടില്ലെന്നൊരു സംശയം ഉണ്ടായിരുന്നു, പക്ഷെ കൊള്ളാം, കുഴപ്പമില്ല. പെപ്പർ ചില്ലി ചിക്കൻ അങ്ങനത്തെ പെപ്പർ ചിക്കൻ. പിന്നെ പൊറോട്ട, പിന്നെ വേറെ ആയിട്ടുണ്ടാകും. പിന്നെ ഉള്ളി സാധനങ്ങളും ചിക്കനും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. കഴിച്ചിട്ട് കാണാം. കഴിക്കാൻ പറ്റിയ ആഹാരം പൊറോട്ട ഇത് കഴിച്ചിട്ട് കാണാം. നമ്മളങ്ങനെ ഫുഡ് കഴിച്ച് ഇറങ്ങി. ഫുഡ് ഇച്ചിരി ഇതായി കത്തിയാണ്. ഇവിടെയൊക്കെ നമ്മൾ പുറത്തുനിന്ന് ആൾക്കാർ പറഞ്ഞാൽ നല്ല കത്തിയാണ് സംഭവം വരുന്നത്. നമ്മൾ അത്രയും കഴിച്ചു. നമ്മൾ ഒരു പെപ്പർ ചിക്കൻ, 2 പൊറോട്ട, പിന്നെ ഒരു ചില്ലി ചിക്കൻ കറി, പിന്നെ 2 പെപ്സി, ഒരു വാട്ടർ ബോട്ടിൽ. ഇതെല്ലാം കൂടി 740 രൂപ. ഒരു നമ്മൾ സാധാരണ KFC പോയി നല്ല KFC പോയി അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും. 500 രൂപ കിട്ടും. ഇനിയും എന്തോരം അഡ്വഞ്ചറുകൾ കാണാൻ കിടക്കുന്നു. തുടങ്ങിയിട്ടുള്ളൂ. ഇവിടുന്ന് സ്ട്രെയിറ്റ് ഹൈദരാബാദ്, അവിടുന്ന് ഹൈദരാബാദ് ടു മുംബൈ. ഇതേ നമ്മളങ്ങനെ ഏതോ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതേ അവിടെ വണ്ടി ഇവിടെ ചാർജിങ് സ്റ്റേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കട്ടെ. സാധനങ്ങൾ ചളിയായി കുളിച്ച് ഒരു ഇതായിട്ടോ. അപ്പോൾ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. ചാർജർ പ്ലഗ് കൊടുത്തിട്ടുണ്ട്. അവിടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാണ്. പിന്നെ ഓരോരുത്തരൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ഓരോരുത്തർ വന്നിട്ട് ഒരാൾ വന്നിട്ട് ഇപ്പോൾ ഏതാ വണ്ടി, ഇതെന്താ സംഭവം, എത്ര രൂപയെന്നൊക്കെ ചാർജ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ ചാർജിങ് തുടങ്ങിയിട്ടുണ്ട്. എത്ര സ്പീഡ് കാണിക്കുന്നുണ്ടോ? ഇത് വേറെ ആപ്പാണ്. ഇത് ഓരോന്നിനും ഓരോ ആപ്പാണ്. അതാണ് ഒരു ഇതുള്ളത്. ആ ആപ്പ് പോയിട്ട് ഡൗൺലോഡ് ചെയ്യണം. ആ ഒരു മെനക്കുണ്ട്. 60 കിലോവാട്ട് സ്പീഡിൽ സാധനം കയറിക്കൊണ്ടുണ്ട്. ഇവിടെ അപ്പുറത്തിന് മഹീന്ദ്രയുടെ അവരുടെ ചാർജിങ് സ്റ്റേഷൻ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാനുണ്ട്. ആൾക്കാരൊക്കെ ഒന്ന് നോക്കി പോകുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഏതൊരു ഏരിയ എന്ന് പറഞ്ഞൂടാ. ഇവിടെയൊക്കെ പിന്നെ വീട് എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, അറിയാത്ത ആൾക്കാരായിട്ട്. നമുക്ക് കേരളത്തിൽ ഇങ്ങനെ പിടിച്ചെടുക്കാനാണ് മടിയുള്ളത്. കേരളത്തിന് പുറത്ത് പോയി പിന്നെ കുഴപ്പമില്ല. നമ്മളങ്ങനെ പോയി ഇപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു സ്ഥലം കണ്ടപ്പോൾ ഇവിടെ നിർത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫുഡ് സ്പോട്ട് പോലെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ പോയിട്ട് നമുക്കൊന്ന് ചായ അടിച്ചിട്ട് ഒന്ന് ഇറങ്ങാമെന്ന് വെച്ചു. ഇവിടെ വന്നപ്പോൾ ഇവിടെ ചേട്ടന്മാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ ലൈറ്റ് കൊടുത്താളോ, അൺലോക്ക് കൊടുത്താളോ.
അവനവിടെ കോഫി അറിഞ്ഞിട്ടുണ്ട്. എന്തായാലും ലേറ്റ് ആവും, ഒന്ന് രാത്രി ആവുന്നുണ്ട് എന്തായാലും എത്താൻ. കൊള്ളാം, ഇതൊരു മനുഷ്യനൊക്കെ ഉള്ളൊരു ഏരിയയാണ്. കണ്ടിട്ട് ഒരു ഫുഡ് സ്പോട്ട് പോലത്തെ ഒരു ഏരിയ ആണ് ഈ സംഭവം ഉണ്ടോ. അപ്പോൾ ഇവിടെ അങ്ങനെ ഫുഡ് കഴിച്ച് ചായ കുടിച്ച് പതിയെ നമ്മൾ അങ്ങനെ ഹൈദരാബാദ് നഗരത്തിലോട്ട് പോവുകയാണ്. ഇവിടെ വന്നിട്ട് ചേട്ടന്മാരൊക്കെ കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഫോട്ടോ ഒക്കെ ഇച്ചിരി കൂടിയോന്നൊക്കെ ചെറിയ പേടി ഉണ്ടായിരുന്നു. കുറേ നേരം ഇരുന്നിട്ട് ഫോട്ടോ തലങ്ങും മലങ്ങും തിരിഞ്ഞും മറിഞ്ഞൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് അറിയാത്ത പ്ലേസാണ്. നമുക്ക് എന്തായാലും നമുക്ക് കൂടുതൽ കമ്പനി ആക്കാൻ അടുപ്പിക്കാൻ പറ്റില്ല. എന്തായാലും അവർ വന്നിട്ട് കുറേ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നും സൈഡിൽ നിന്നും കുറേ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ നിർത്തിയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെ തിരിക്കുകയാണ്. ഞാൻ മീൻവെൽ ഞാൻ എഡിറ്റിങ്ങും ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പോൾ വീഡിയോ എഡിറ്റിങ് കഴിഞ്ഞു. ഇനിയും എൻ്റെ കൊച്ചി എൻ്റെ ഇനിയിപ്പോൾ കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിലുള്ള വ്ളോഗ് വീഡിയോ വരുന്ന എഡിറ്റ് ചെയ്യാന്ന് വെച്ച്. ഓക്കെ, അപ്പോൾ ഇനി വേണ്ട ബാംഗ്ലൂർ. എൻ്റെ അമ്മേ, നമ്മുടെ വണ്ടിയുടെ കോലം നോക്ക്. പിന്നാമ്പുറം മൊത്തം ചളി മൊത്തം തെറിച്ച് അവിടെ ബാക്ക് മൊത്തം കൊണ്ട് ചളിയിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് ഇവിടെയൊക്കെ പമ്പിൻ്റെ സൈഡിലുണ്ട് കേട്ടോ. പമ്പിൻ്റെ സൈഡിൽ ഇപ്പോൾ ഇത് പോണ വഴിക്ക് കണ്ടതാണ്. ചാർജ് ഉണ്ട്, അത്യാവശ്യം പകുതിയോളം ചാർജ് ഉണ്ട് വണ്ടിയിൽ. അപ്പോൾ ബട്ട് സ്റ്റിൽ നമ്മൊരു ഇതെത്ര 60 കിലോവാട്ടിൻ്റെ 50 കിലോവാട്ടിൻ്റെ 60 കിലോവാട്ടിൻ്റെ ഒരു ചാർജ് ഉണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നിർത്തിയാണ്. നമുക്ക് കുറേ നേരമായി കണ്ടിന്യൂസ് ആയി. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക, ഒന്ന് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി ഇരിക്കുക എന്നുള്ളതിൽ ജസ്റ്റ് ഒന്ന് ഇവിടെ കയറിയതാണ്. അപ്പോൾ എന്ത് സുഖമാണെന്നറിയോ, പെട്രോൾ അടിക്കണ്ട, ഡീസൽ അടിക്കണ്ട, ആകെ കറണ്ടിൻ്റെ കുറച്ച് എമൗണ്ട് മാത്രം കൊടുക്കുക, ഇഷ്ടമുള്ളതൊക്കെ തോന്നിയ പോലെ എവിടെ വേണമെങ്കിൽ പോവാം. ആകെ അതെ, ടൈമിങ് മാത്രം, സമയം മാത്രം ഉണ്ടായാൽ മതി, ഫ്രീ ടൈം മാത്രം ഉണ്ടായാൽ മതി. ഈ മാസം ലോക്കോ സ്ട്രീമിങ്ങൊക്കെ കണക്കായിരിക്കും. ഈ മാസം മൊത്തം ഫുള്ള് വണ്ടിയെടുത്ത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ ബാംഗ്ലൂർ ടു ഹൈദരാബാദ് ടു മുംബൈ. ദാറ്റ്സ് എ പ്ലാൻ ഫോർ അപ്കമിങ് ഡേയ്സ്. പമ്പിലാണ് ഇവിടെയൊക്കെ പമ്പിൻ്റെ സൈഡിലുള്ളത്. ഞാൻ വിചാരിക്കുന്നത് നാട്ടിൽ ഇവിടെ പമ്പിൽ ഇങ്ങനെ ലീസിന് അങ്ങനെ എടുത്തിട്ട് ഒരു ചാർജിങ് സ്റ്റേഷൻ തുടങ്ങിയാലോ, നല്ലൊരു പരിപാടിയല്ലേ. ഹൈവേ സൈഡിലൊക്കെ അങ്ങനെ ഉണ്ടെങ്കിലേ അങ്ങനെയൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ നല്ലൊരു ഓപ്ഷനാണ്. തുടങ്ങിയാലോ എന്നൊരു പ്ലാൻ ഉണ്ട് ആക്ച്വലി. ഇങ്ങനെ ഒരു സ്ഥലമാണ് മെയിൻ പ്രശ്നം. അപ്പോൾ അത് വാടകയ്ക്ക് കൊടുത്തിട്ട് ചെയ്യുക പറഞ്ഞാൽ എനിക്ക് നഷ്ടമുള്ള കേസാണ് തോന്നുന്നു. നമുക്ക് സ്ഥലം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അങ്ങനത്തെ ഇതിലാണുള്ളത്. എന്തായാലും ഒരു മൈൻഡിലൊരു ഇതുണ്ട്, ഇങ്ങനത്തെ ഒരു ചാർജ് സ്റ്റേഷൻ ഇതിലൊക്കെ സെറ്റാക്കണം എന്നുള്ളതിൽ നോക്കാം. ഈ ഫ്രണ്ടിൽ ഒരു പാടുകളുണ്ടോ, ഇത് മറ്റേ നേരത്തെ ഫോട്ടോ എടുത്തില്ലേ അവരെ പാടുള്ള, അവരെ കൈ വെച്ച പാടുകൾ. ആദ്യം മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു ഇത് വണ്ടിയാണെന്ന് ഹിന്ദിയിൽ അവർ ചോദിച്ചു. ഹിന്ദിയിൽ ഏതൊരു ഭാഷയിൽ ചോദിച്ചു. തലയിട്ടാട്ടി. അപ്പോൾ ഒരു ഫോട്ടോ എടുക്കട്ടതിൽ അവർ വന്നൊരു ഫോട്ടോ എടുത്തു. പിന്നെ ഒരു ഫോട്ടോയായി, 2 ഫോട്ടോയായി, 3 ഫോട്ടോയായി, 4 ഫോട്ടോയായി, 5 ഫോട്ടോയായി. പിന്നെ അവർ നിൽക്കുന്നില്ല, കുറേ നേരമായിട്ട് ഇവർ എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവരിങ്ങനെ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ കൈ വെച്ച് നമുക്ക് ഇങ്ങനെ വെച്ച് പാടലാണ്. അപ്പോൾ അത് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഫോട്ടോ എടുക്കുന്ന അല്ലെങ്കിൽ വണ്ടി എടുത്തൊന്നും എടുക്കാൻ ഇഷ്ടമില്ല. പക്ഷെ നമുക്ക് വണ്ടി വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇഷ്ടക്കേട് തോന്നും. പിന്നെ കുഴപ്പമൊന്നുമില്ല, അത് അവരെ ഒരു കണ്ടെത്തൊരു ഇഷ്ടത്തിന് അവരങ്ങനെ എടുത്തല്ലേ. അങ്ങനെ അവർ സൈഡിൽ നിന്ന് ഇതൊക്കെ എടുത്താണ്. വണ്ടി മൊത്തത്തിൽ ചളിയിൽ ഇതായിട്ട് ഫുള്ള് പൊടിയും പടലങ്ങളുമായി വണ്ടി അങ്ങോട്ട് കുളിച്ചു. വണ്ടി തിരിക്കണം ഇവിടെ കാലമാട. ഞാൻ വണ്ടി എടുത്തിട്ട് മൊത്തം ഇത് ചളി തന്നെ. കാരണം നാട്ടിലാണെങ്കിൽ മൊത്തം മഴയല്ലേ, ഒന്ന് കഴുകിയൊന്ന് വൃത്തിയാക്കി പുറത്തിറങ്ങി അതിനെ ബ്ലാക്ക് ആയിട്ട് പ്രത്യേകിച്ച് പെട്ടെന്ന് ചളിയാവും. അപ്പോൾ അത് ചളിയായി. അങ്ങനെ ഇതാണ് ഒരു റെസ്റ്റ് പറഞ്ഞ സാധനം സത്യം പറഞ്ഞ വണ്ടിക്ക് ഉണ്ടായില്ല. അതും ചെറിയ ഒരു പോക്കൊന്നുമല്ല പോകുന്നു ഈ വണ്ടി വെച്ചിട്ട്. അപ്പോൾ എന്തായാലും i4 യു ആർ ദ ബെസ്റ്റ്. എത്ര പേര് EV എന്ന് പറഞ്ഞ കളിയാക്കിയാലും. കാരണം ഞാൻ ബെൻസ് എടുക്കുന്നതിന് മുന്നേ 2 years മുന്നേ അല്ലെങ്കിൽ എൻ്റെ മൈൻഡിലുണ്ടായിരുന്ന ഒരു വണ്ടിയാണ് i4 അല്ലെങ്കിൽ ഇലക്ട്രിക് എന്നുള്ളതിൽ. ആ ഒരു വണ്ടീനെ എടുത്തു, അത് എൻ്റെ ഇഷ്ടത്തിനെടുത്തു. ഓരോരുത്തർക്കും ഓരോ കൺസെപ്റ്റ് ആയിരിക്കാം, ചിലർക്ക് EV ഇഷ്ടമല്ല. പക്ഷേ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ എടുത്തുകൊണ്ടാണ് ഇപ്പോൾ സത്യം പറഞ്ഞപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നതിന് ഈ ഒരു ട്രിപ്പ് പ്ലാൻ ആയതും അല്ലെങ്കിൽ ഈ ഒരു ട്രിപ്പ് ഇതായത് പോലും ഈ ഒരു EV എന്നുള്ളൊരു വണ്ടി ആയതുകൊണ്ട് മാത്രമാണ്. മറ്റേതാണെങ്കിൽ ഇപ്പോൾ എപ്പോഴും ഇതൊന്നും ഈ ഒരു ട്രിപ്പൊന്നും ഇപ്പോൾ അടുത്ത കാലത്തൊന്നും ഉണ്ടാവുക പോലും ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ വെച്ച് ഇതൊക്കെ സംഭവം ഞങ്ങളങ്ങനെ എത്തി. അങ്ങനെ നമ്മുടെ നെക്സ്റ്റ് ചായ അവിടെ തൊട്ടടുത്ത് നമ്മുടെ ചാർജിങ് സ്റ്റേഷൻ തൊട്ടടുത്ത് ഉള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെ ഒരു ധാബയാണ്, ഒരു ധാബ പോലെ ഉണ്ട്. അപ്പോൾ അങ്ങനെ 2 ധാബകൾ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ചായ കുടിച്ചുകൊണ്ട് കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് എടുത്ത്
ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് നമ്മുടെ വണ്ടി കയറി പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മളങ്ങനെ ഹൈദരാബാദ്, ഏതാ റോഡ് നോക്ക്. നമ്മളങ്ങനെ ചാർജിങ് സ്റ്റേഷൻ കയറി നമ്മളങ്ങനെ കയറി നമ്മൾ ഏകദേശം ഒരു ഹൈദരാബാദ് ഒരു സിറ്റി അല്ല, ഒരു ബോർഡർ കയറിയുണ്ട്. ഇവിടെ നോക്കത്താ ദൂരത്തോളം ഇതായിരുന്നു. പക്ഷെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല. ഹൈദരാബാദ് ഇവിടുന്ന് 70 കിലോമീറ്റർ അല്ലേ, ഹൈദരാബാദൊക്കെ ഇവിടുന്ന് ഒരു 70 കിലോമീറ്റർ കാണിക്കുന്നത്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നമ്മളൊരു 70-80 സ്പീഡിൽ, രാത്രി ആയതുകൊണ്ട് അധികം സ്പീഡിൽ പോകാൻ പാടില്ല, റിസ്ക് ആണ് ഒന്നാമത്തെ കേസ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു ക്രൂസിങ് ഇട്ടിട്ട് നമ്മളങ്ങനെ ആ ഒരു സ്പീഡിൽ നമ്മളിങ്ങനെ പോകുന്നുണ്ട്. കൊള്ളാം, സംഭവം കൊള്ളാം. അപ്പോൾ ഇനി ഹൈദരാബാദ് എത്തിയിട്ട് എവിടെയെങ്കിലും പോയിട്ട് നിൽക്കണം, സ്റ്റേ ചെയ്യണം. ദാറ്റ്സ് ദ പ്ലാൻ ഫോർ ടുഡേ ആൻഡ് ടുമോറോ വിൽ ബി ഗോയിങ് ടു മുംബൈ.